അപ്പോൾ ഇത് 2-3 എണ്ണം മതിയാവും ഇത്രയും ഒരു പോട്ടിലേക്ക്. റെയർ വെറൈറ്റി അഗ്ലോണിമകൾക്ക് തൈകളുണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വർഷങ്ങളെടുത്തായിരിക്കും ചിലപ്പോൾ അതിനകത്ത് തൈകളുണ്ടാവുന്നത്. അപ്പം വേഗത്തിൽ നമുക്ക് ഈ റെയർ വെറൈറ്റികളിൽ തൈകളുണ്ടാക്കാനുള്ള അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം അജ്മി സുൽത്താന. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടൻ്റെ ഓളുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് റെയർ വെറൈറ്റികളിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ടിപ്പ് എന്താണെന്ന് നോക്കാവേ. അപ്പം മെയിനായിട്ട് സാധാരണ അഗ്ലോണിമ, ലിപ്സ്റ്റിക്ക്, അതുപോലെ നോർമലി കാണുന്ന റോസ് വെറൈറ്റികളൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടാവുന്ന ടൈപ്പാണ്. പക്ഷേ വളരെ റെയറായിട്ട് വരുന്ന ഡാർക്ക് മെറൂൺ ഷെയ്ഡുകളൊക്കെ വരുന്ന പിങ്ക്, ലൈറ്റ് പിങ്ക്, അങ്ങനെ കുറേ ഷെയ്ഡുകളുണ്ട്. പ്യുവർ വൈറ്റ്, ഇതിലൊക്കെ തൈകൾ ഉണ്ടാവത്തതേയില്ല. ചിലപ്പോൾ 1-1.5-2 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്കാണെങ്കിൽ കുറേ അഗ്ലോണിമ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ നേരത്തെ തന്നെ അഗ്ലോണിമയുടെ കെയറും പ്രൊപ്പഗേഷനും കാര്യങ്ങളും എല്ലാം വീഡിയോസിൽ ഇട്ടിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പം ഞാൻ റെയർ വെറൈറ്റികൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തിട്ടും തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയൊരു ടിപ്പ് ചെയ്തപ്പോൾ ഒരുപാട് തൈകളുണ്ടായി ഒരു പ്ലാന്റിന്. അത് ഒരാഴ്ചത്തെ ഡിഫറൻസിലാണ് അത്രയും തൈകൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാവുന്നേ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ആവട്ടെ, ഏത് വെറൈറ്റി ആവട്ടെ, ഏത് വെറൈറ്റി പ്ലാന്റുകൾക്കും നമുക്ക് ഇതേ ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഈ ഫെർട്ടിലൈസർ ഓൾറെഡി നമ്മൾ ലോട്ടസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൽ എത്രമാത്രം യൂസ്ഫുൾ ആവുന്നു അതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ നമുക്കിന്ന് കാണാവേ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് DAP എന്ന് പറയുന്ന ഫെർട്ടിലൈസറാണ്. അപ്പോൾ DAP എങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് ഇത് നമുക്ക് ഇത്രയും തൈകൾ, ഈ കാണുന്ന അഗ്ലോണിമയാണ് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയ അഗ്ലോണിമ കേട്ടോ. ഇതിലാണെങ്കിൽ ഒറ്റ തണ്ടായിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളം ഇതിങ്ങനെ തന്നെ നിന്നു. എനിക്ക് ഇത് തൈകൾ ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം ഇത് ഞാൻ സ്റ്റെം വരെ കട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അത് കുറച്ച് സ്റ്റെമ്മൊക്കെ അഴുകിപ്പോയി. കാരണം വളരെ റെയർ വെറൈറ്റികളാകുമ്പോഴത്തേക്കും അറിയാമല്ലോ, നല്ല വിലയായിരിക്കും റെയർ വെറൈറ്റിക്ക് 1000 രൂപയ്ക്ക് എബോവ് നല്ല റേറ്റാണ് വരുന്നത്. അപ്പം അന്ന് ഈ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് 2000 രൂപയാണ് ഒറ്റ പ്ലാന്റിനായത്. അത് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അപ്പം ആ പ്ലാന്റ് ഇതിലിങ്ങനെ തൈകളൊന്നും കിട്ടാതെ ഇങ്ങനെ ഒറ്റ സ്ഥലമായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഒറ്റ ബുഷായിട്ട് നിൽക്കുമ്പോഴേ ആ പ്ലാന്റിന് അതിൻ്റെതായ ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് പെട്ടെന്നാണ് തൈകൾ വന്നത്. അതുപോലെ കുറേ ലീഫ് ഉണ്ടായിരുന്ന ലീഫ് കുറച്ചുകൂടെ വലിപ്പം വെച്ചു. അത്രയും റിസൾട്ട് കിട്ടി. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാവേ. ഇപ്പോൾ DAP എന്ന് പറയുന്നത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇതാണ് നമ്മുടെ DAP എന്ന് പറയുന്നത്. ഒരു ബോൾസ് പോലെയാണ്. ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് കേട്ടോ. അത് പതിയെ ആ മണ്ണിൽ കിടന്ന് അരിഞ്ഞിലിഞ്ഞ് പ്ലാന്റിന് ഫുള്ള് അത് കിട്ടും. പെട്ടെന്ന് നമ്മളിപ്പം വാട്ടർ സോല്യൂബിൾ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ സഡനായിട്ട് അത് റിയാക്ഷൻ ഉണ്ടാവും. പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 1/2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അതിൽ കുറേ ഭാഗം വെള്ളത്തിൽ അലിഞ്ഞിട്ട് നമുക്ക് ഡ്രെയിനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് പ്ലാന്റ്സിന് കിട്ടും, കുറച്ച് ഔട്ടായി പോകും. പക്ഷേ ഇതുപോലുള്ള സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ, ഈ ഫെർട്ടിലൈസറുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പതിയെ പ്ലാന്റ്സിന് ഫുള്ളായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഈ DAP പോലെയുള്ള ഫെർട്ടിലൈസറുകളെല്ലാം തന്നെ, കെമിക്കൽ ഫെർട്ടിലൈസറുകളെല്ലാം നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വാട്സപ്പ് സ്റ്റോറിൽ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓർക്കിഡ്സ്, ഇൻഡോർ പ്ലാന്റ്സ്, അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ വാട്സപ്പ് സ്റ്റോർ ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ പ്രോഡക്ട്സിൻ്റെ. അപ്പം ഹോം ഡെലിവറി ഉണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഈ DAP നമ്മൾ എത്ര ഇടണമെന്ന് നോക്കാം. ഒരു പ്ലാന്റിൽ ഓപ്പൺ സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിൽ അല്ല ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊട്ടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റേതായ ഒരു ഇതെന്ന് പറഞ്ഞത് 2-3 ബോൾ നമുക്ക് പ്ലാന്റിൽ ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് പ്ലാന്റിൽ അപ്ലൈ ചെയ്യാവേ. അപ്പോൾ ഒരു പ്ലാന്റിന് ഇത് ഇത്രയും മതിയേ. ഇത്രയും ഇട്ടാൽ മതി ഒരു ചട്ടിയിലേക്ക്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ചട്ടിയിലേക്ക്, ഇതിൽ ചെറിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ 2 തരിയുടെ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റിസൾട്ട് കാണാവേ.
അപ്പോൾ ഇത് 2-3 എണ്ണം മതിയാവും ഇത്രയും ഒരു പോട്ടിലേക്ക്. ഞാനിപ്പോൾ ഒരു 5 ബോളാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ ചെറുതാണെങ്കിൽ ഒരു 2-3 ഇടാവുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ആ തണ്ടിലേക്ക് തട്ടുന്ന രീതി ഇടുകയും ചെയ്യരുത്. തണ്ടിലോട്ട് തട്ടിയിട്ടാൽ അവിടെ തന്നെ കിടന്നിട്ട് പഴുത്തു പോകും തണ്ട്. അപ്പോൾ തണ്ടിൻ്റെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി ഇടുകയാണെങ്കിൽ നന്നായിട്ട് അവിടെ കിടന്ന് പതിയെ പതിയെ സ്ലോലി റിലീസായിട്ട് പ്ലാന്റിന് ഫുൾ അത് അബ്സോർബ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പ്ലാന്റ് ഇങ്ങനെ വളരണമെന്നില്ല. നമ്മൾ പോട്ടിംഗ് മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പോട്ടിങ്ങും വാട്ടറിങ്ങും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പോട്ടിംഗ് മിക്സ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് അതെല്ലാം നമ്മൾ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാത്തത്. ജസ്റ്റ് പറയാവേ, പോട്ടിംഗ് മിക്സിൽ ഞാൻ ചകിരിച്ചോറ്, മണൽ, പെർലൈറ്റ്, അതുപോലെ വെർമി കമ്പോസ്റ്റ്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു പോട്ടി മിക്സ് റെഡിയാക്കാറുള്ളത്. അപ്പം നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റൂട്ട് ഓടാനും അതുപോലെ തൈകൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇരിക്കുന്ന പ്ലാന്റിനെ കുറച്ചും കൂടെ വലിയ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ചെറിയ പോട്ടിലായിരിക്കും കിട്ടുക. അപ്പോൾ അതിന് മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ ഒരു വലിയ പോട്ടിലോട്ട് മാറ്റണം. മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ തൈകൾ വളരാൻ ഉള്ള ചാൻസ് വളരെ കുറയും. സ്പേസ് കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ തണ്ടുകൾ ഇങ്ങനെ പൊട്ടി വരും അതിനകത്ത് ചുവട്ടിൽ നിന്ന്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെയർ വെറൈറ്റി അഗ്ലോണിമകൾക്ക് വെള്ളം വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു ഫംഗിസൈഡ് കൊടുക്കാം. അതുപോലെ വെള്ളം നമുക്കൊരു 2 ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. വെള്ളം കുറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഈ കലാത്തിയ പോലെ ഒന്നും വാടി വീഴത്തൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് കടുത്തുള്ള പ്ലാന്റ് ആണ് എന്നുവെച്ചാൽ പെട്ടെന്ന് അത്ര സെൻസിറ്റീവ് ഒന്നുമല്ല. എന്നാൽ ഒരുപാട് വെറൈറ്റി ലീഫും ആ വേരിഗേഷനും ഒക്കെ നമ്മുടെ വീട്ടിൽ ഇൻഡോറിലൊക്കെ വെച്ചാൽ വളരെ മനോഹരമായിട്ടിരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സ്, ഇലകൾക്കെല്ലാം പ്രത്യേക ഭംഗി. പെട്ടെന്ന് കുറേ പ്ലാന്റ്സ് ഇരിക്കുന്നിടത്ത് ഈ അഗ്ലോണിമ വെച്ചാൽ ആദ്യം എടുത്തു കാണിക്കുന്നത് അഗ്ലോണിമയാണ്. അപ്പോൾ അത്രയും ഒരു കളർ ഷെയ്ഡ് അത്ര നല്ല മനോഹരമായിട്ടുള്ള ഷെയ്ഡാണ്. അപ്പം കൂടുതൽ ഇലകൾ നിന്നാൽ മാത്രമേ അത്രയും അടിപൊളിയായിട്ട് പ്ലാന്റ് ഇരിക്കത്തുള്ളൂ. അപ്പം ഈ DAP ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവർക്കും ഇതൊരു 100% സക്സസ്ഫുൾ ആയിരിക്കും ഈ അഗ്ലോണിമയുടെ കാര്യത്തിൽ. അതുപോലെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സിലും DAP വളരെ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടിപ്പുമായിട്ട് കാണാം. ബൈ.